ഇങ്ങനെ കാണാൻ നിങ്ങൾക്ക് എത്ര മനോഹരമായിട്ടൊരു കാഴ്ചയാണ്. ഇവിടെ ഇങ്ങനെ കണ്ടു നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ സ്വാഗതം പറഞ്ഞത് ഞാൻ ട്രെയിനിന് ബാത്റൂമിൽ നിന്നിട്ടാണ് സ്വാഗതം പറഞ്ഞത്. നിങ്ങൾക്ക് കാണാം, നല്ല അടിപൊളിയായിട്ടുള്ള ഇതാണ്, ബാത്റൂമാണ്. സോ ലൈറ്റൊക്കെ ഉണ്ട്, ഇവിടെ ചാർജ് ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട്. ഇതിൽ ടോയ്ലറ്റാണ് ഫ്ലൈറ്റിലെല്ലാം പറയുന്നത്. സിങ്ക് ഉണ്ട്, വേസ്റ്റ് ഒക്കെ ഇടുന്ന സ്ഥലമുണ്ട്. പിന്നെ ടിഷ്യൂ പേപ്പർ ഇതുണ്ട്. പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ നാപ്കിനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അതും സ്ഥലമുണ്ട്. ഇനിയിപ്പോ ഞാൻ സറയോ പറഞ്ഞ ക്യാപിറ്റൽ സിറ്റിയിൽ നിന്ന്, ബോസ്നിയയുടെ ക്യാപിറ്റലിൽ നിന്ന് മോസ്റ്റാറിലേക്കാണ് പോകുന്നത്. മോസ്റ്റാറിൽ നിങ്ങൾ പേര് കേട്ടാലും അറിയുമെന്ന് അറിയില്ല, പക്ഷെ അവിടുത്തെ ബ്രിഡ്ജ് നിങ്ങൾ എപ്പോഴും വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അത് ഫേസ്ബുക്കിലും അതിലും ഇതിലൊക്കെ ഭയങ്കര ഫേമസ് ആയ ഒരു സ്ഥലമാണ്. സോ അങ്ങോട്ടാണ് ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത്. ഇവിടുന്ന് 2 മണിക്കൂർ യാത്രയുണ്ട്. ഞാനിപ്പോൾ 7:15 ഇവിടുന്ന് പുറപ്പെട്ടു. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് 12 മാർക്കാണ്. 12 മാർക്ക് എന്ന് വെച്ചാൽ 6 യൂറോ ആണ്. €6 ഇത് ഡബിളാണ് ഇവിടുത്തെ കറൻസി. €6 ആണ് സുഹൃത്തുക്കളെ. സോ അത് കൊടുത്തിട്ട് ഞാനിപ്പോൾ മാസ്റ്ററിലേക്ക് പോവാണ്. ഇവിടുന്ന് 2-2.5 മണിക്കൂർ യാത്രയുണ്ട്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇറങ്ങിയ പടന്ന് അവർ ട്രെയിൻ വിട്ടു, പ്ലാറ്റ്ഫോമൊക്കെ ലോക്ക് ചെയ്തു. നമ്മൾ പുറത്തിറങ്ങി, ഇപ്പോൾ ജസ്റ്റ് പുറത്തിറങ്ങിയതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ഹോസ്റ്റലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹോസ്റ്റൽ ഇവിടുന്ന് 1.5 കിലോമീറ്റർ ഉണ്ട്. അങ്ങോട്ട് നടന്നുകൊണ്ട് പോവാണ്. എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു, ഒന്നും കഴിച്ചില്ല, എന്തെങ്കിലുമൊക്കെ കഴിക്കണം. ഇതാണ് ബസ് സ്റ്റാൻഡ് അടുത്തുനിന്നുണ്ട്. റെയിൽവേ സ്റ്റേഷൻ അതാണ്, ബസ് സ്റ്റാൻഡ് ഇതാണ്. സോ രണ്ടും അടുത്തടുത്ത് തന്നെയാണ്. ഇവിടെ 14 ഡിഗ്രിയാണ്, നല്ല ടെമ്പറേച്ചർ, നല്ല ഒരു കാലാവസ്ഥയാണ്. അവിടെയൊക്കെ 5-4 അങ്ങനത്തെ ഒക്കെ ഉണ്ട് ടെമ്പറേച്ചർ. ഭയങ്കര തണുപ്പായിരുന്നു. ഇവിടെ അത്രയൊക്കെ തണുപ്പില്ല, പക്ഷെ നല്ലൊരു കാറ്റുണ്ട് ഇവിടെ. അങ്ങനെ സുഹൃത്തുക്കളെ, ഞാൻ ഹോസ്റ്റലിൽ എത്തിയിട്ട് സാധനങ്ങൾ വെച്ചു. പക്ഷെ ചെക്ക്-ഇൻ 1 മണിക്കാണ്. അതുകൊണ്ട് സാധനങ്ങൾ വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. സോ അവിടെ ഓണർ ഉണ്ടായില്ല, അവിടുത്തെ അമ്മ മാത്രമേ ഉണ്ടായുള്ളൂ. ഇപ്പോൾ ആദ്യം അവിടെയൊക്കെ വരുമ്പോൾ ബേക്കറി കണ്ടിരുന്നു. ബേക്കറിനൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് കഴിക്കണം. അതാണ് ആദ്യത്തെ കാര്യം. വിശക്കുന്നു ഭയങ്കരമായിട്ട്. ഇതാ ഞാൻ ജ്യൂസ് എടുത്തു സൂപ്പർ മാർക്കറ്റിൽ. പിന്നെ ഞാൻ ബേക്കറിന് സാധനങ്ങൾ എടുത്തില്ലേ, ഞാൻ ഇതെടുത്തിട്ട് നമ്മുടെ ഓൾഡ് ബ്രിഡ്ജിൻ്റെ അടുത്ത് പോവാണ്. അവിടെ അതാണ് മെയിൻ ഐക്കോൺ. ഈ സ്ഥലത്ത് നിന്ന് മോസ്റ്റർക്ക് വരാനുള്ള കാണും ആ ബ്രിഡ്ജാണ്. സോ അത് ഭയങ്കര ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്. സോ ഇപ്പം ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വെച്ചിട്ട് എന്ത് നല്ല മനോഹരമായിട്ടുള്ള ഒരു പാത കണ്ടോ.
എത്ര ഭംഗിയുണ്ടല്ലോ കാണുന്നത്. ഇതാണ് ഓൾഡ് ടൗൺ. സുഹൃത്തുക്കളെ, ബ്രിഡ്ജ് എത്തി. ഇതാണ് ബ്രിഡ്ജ്. നിങ്ങളെ കണ്ടോ? എന്ത് മനോഹരമായിട്ടുണ്ടല്ലേ. സോ ഈ ബ്രിഡ്ജാണ് നമ്മുടെ കുറേ വീഡിയോയിലൊക്കെ കണ്ടത്. നിങ്ങൾ കണ്ടു കാണും. മോസ്റ്റാർ അടിപൊളിയായിട്ടുള്ള ബ്രിഡ്ജാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച സുഹൃത്തുക്കളെ കാണാൻ എൻ്റെ പുറകിൽ കണ്ടോ ഭംഗിയാണ് ഉള്ളത്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇപ്പം ഞാൻ ബ്രിഡ്ജിൻ്റെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സോ 10 വർഷത്തെ സ്വപ്നം ഇന്ന് ഇത്. ഇവിടുന്ന് സമ്മറിൽ എല്ലാ സമ്മറിലും ഓരോ ദിവസം, പ്രത്യേകിച്ച് ഓരോ ദിവസം ഏതോ ദിവസം ഞാൻ പറയാം, അന്ന് ഇവിടെ ആൾക്കാർ ഇവിടുന്ന് മുകളിൽ താഴത്തേക്ക് ചാടും. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ആൾക്കാർ വന്നിട്ട് ഈ നദിയിലേക്ക് ചാടും. സുഹൃത്തുക്കളെ കേട്ടോ, എന്ത് ഭംഗിയാണല്ലേ. എന്ത് ഭംഗി നിന്നെ കാണാൻ എൻ്റെ ഓമലാലേ. എന്ത് ഭംഗി ഒരു മലയാളിയോട് എത്തുന്നത് ആദ്യമായിട്ടാണ്. പൊന്നേ പൊന്നേ, എന്ത് ഭംഗി സെറ്റപ്പ്. കണ്ടല്ലോ, എൻ്റെ പുറകിലാണ് ആ ബ്രിഡ്ജ്, ഐക്കോണിക് ബ്രിഡ്ജ്. 16ാമത്തെ നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചതാണ് ഇത്. 427 വർഷം അങ്ങനെ നീണ്ടു. ഇന്ന് 1994 ഈ ബ്രിഡ്ജ് തകർക്കപ്പെട്ടു ഒരു യുദ്ധത്തിൽ. പിന്നെ 10 കൊല്ലം നീണ്ട ശേഷം ഈ ബ്രിഡ്ജ് പുനർനിർമ്മിച്ചു. ഇപ്പോഴും അതേപടിയാണ് നിർമ്മിച്ചത്. പണ്ട് എങ്ങനെ അതേപടി. പിന്നെ ഇവിടുത്തെ ടൗണും ഇവിടുത്തെ വീടുകളൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. ഇവിടുത്തെ ഒത്തിരി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പക്ഷെ എല്ലാം ഒന്നും ആ പഴയ കാലത്തെ പ്രതാപത്തെ കോട്ടം തെറ്റാതെയാണ് ഇവർ പുനർനിർമ്മിച്ച റെസ്റ്റോറൻറ്റൊക്കെ നടന്നുകൊണ്ട് പോകുന്നത്. എവിടെ നമുക്കൊരു ബോർഡും വലിയ ബോർഡോ ഇതൊന്നും കാണില്ല. പഴയ കാലത്ത് എങ്ങനെയുണ്ട് അതേപോലെ തന്നെ ഉണ്ട് എല്ലാ സ്ഥലത്തും. ഞാൻ വരുമ്പോൾ 14 ഡിഗ്രി ഉണ്ട്. ഭയങ്കര കാറ്റാണ്. കാറ്റിങ്ങനെ കാണാൻ നിങ്ങൾക്ക് എത്ര മനോഹരമായിട്ടൊരു കാഴ്ചയാണ്. ഇവിടെ ഇങ്ങനെ കണ്ട് അതൊക്കെ കണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ കോരിത്തെറിച്ച് ഇവിടെ ഇങ്ങനെ നിന്ന് നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ ബ്രിഡ്ജും കണ്ടോണ്ട് ഇതിൻ്റെ പുറകിൽ കണ്ടോ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ് ഈ ബ്രിഡ്ജ്. മോസ്റ്റാർ ആദ്യത്തെ ഒരു മലയാളി ഇവിടെ നിന്നും വ്ളോഗ് ചെയ്യുന്നു. നമ്മൾ സന്തോഷ് കുളങ്ങര ചേട്ടനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, സാറൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, പിന്നെ ബൈജു പി നായരും വന്നിട്ടുണ്ട്. സോ അങ്ങനെ കുറച്ചാൾ ഇവിടെ വന്നിട്ടുണ്ട് മലയാളികൾ. സോ അതല്ലാതെ ഞാൻ ഒരു മലയാളി ഇവിടെ എത്തുന്നു. കാസർഗോഡ് കാണുന്ന മലയാളിയാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയില്ലേ ബ്രിഡ്ജ്? ഇതാണ് ഐക്കോണിക് ബ്രിഡ്ജ്. സുഹൃത്തുക്കളെ കണ്ട ഈ സ്ഥലത്തൊക്കെ കണ്ട എത്ര മനോഹരമായിട്ടാണ് കൽപ്പാതകളൊക്കെ വെച്ചിട്ട് ഒരു പുരാതന ഒരു നഗരം പോലെ, ഒരു പട്ടണം പോലെ ഉണ്ടാക്കി വെച്ചു. ഇവിടെയൊക്കെ ഇതൊക്കെ റെസ്റ്റോറൻ്റാണ്. പക്ഷേ ആ പുരാതന ഇതിന് ഒരു കോട്ടം തട്ടാതെയാണ് അവർ ഇതൊക്കെ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ടാക്കി വെച്ചത്. കണ്ടില്ലേ എത്ര മനോഹരമായിട്ടാണ് സജ്ജീകരിച്ചിട്ട്. വേണ്ടാത്ത ഒരു ബോർഡും ഇല്ല, ഒന്നുമില്ല. കറക്റ്റായിട്ട് എണ്ണുന്ന സ്ഥിതിയിലാണ് അവർ ഉണ്ടാക്കി വെച്ചത്. നിങ്ങൾക്ക് കാണാം, ഇത് റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട്. അതിന് ഒരു പണ്ടത്തെ പോലെ അന്ന് എങ്ങനെയുണ്ട് അതേപോലെ തന്നെ എല്ലാം ഇവിടെ ചെയ്തു വെച്ചത് കാര്യങ്ങളൊക്കെ. സുഹൃത്തുക്കളെ, ഇത് യുദ്ധത്തിൽ തകർന്ന ഒരു കെട്ടിടമാണ്. വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് അവരിങ്ങനെ വെച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ ഇപ്പോൾ ബസ് സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. എൻ്റെ പുറകിലിതായി ഞാൻ നിൽക്കുന്നത് ബസ് സ്റ്റേഷനാണ് ഇപ്പോൾ നിൽക്കുന്നത്. സോ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 43 മാർക്കാണ് പറഞ്ഞത്. 43 മാർക്ക് പറഞ്ഞെങ്കിൽ 21.5 യൂറോ ആയി. ഭയങ്കര കോസ്റ്റ്ലിയാണ്.